വിരുന്നിന് ചെന്ന അനിയത്തിയോട് ചേട്ടത്തി പറയുകയാണ്, മോളെ, എൻ്റെ ഭർത്താവിൻ്റെ കാര്യം നിനക്കറിയാമല്ലോ, പക്ഷേ നിന്റെ ഭർത്താവിൻ്റെ കാര്യം എങ്ങനെയാടി? അപ്പോൾ അനിയത്തി മറുപടി പറഞ്ഞു, പിന്നെ നടന്നത് ഒരു ചരിത്രം. എന്തായാലും നമുക്കിന്ന് ഗണേഷിന്റെ മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ഗണേഷ്, യഥാർത്ഥ പേരല്ല. എനിക്ക് 29 വയസ്സുണ്ട്. ഏകദേശം 2.5 വർഷത്തിന് മുമ്പാണ് നല്ലൊരു ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് സ്ഥിരം ജോലി കിട്ടിയത്. അത് കഴിഞ്ഞപ്പോഴേക്കും വീട്ടുകാർ കല്യാണം കഴിക്കണമെന്ന് നിർബന്ധം പിടിച്ചു. അതിനു മുമ്പ് വരെ ഞാൻ വഴുതി നടക്കുകയായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞ കല്യാണം കഴിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. എങ്ങനെയെങ്കിലും പഠിച്ച് സ്ഥിരമായൊരു ജോലി ഉണ്ടാക്കണം, നല്ല വരുമാനം വേണം, അത് മാത്രമേ ചിന്ത ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അധികമായ സ്ത്രീകളെ ഞാൻ ശ്രദ്ധിക്കില്ല. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ വല്ല വീഡിയോ കാണും, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറൊരു ആക്ടിവിറ്റിയും ഇല്ലാതെ ജീവിക്കുകയായിരുന്നു. ജോലി കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും മൈൻഡ് ഒന്ന് റിലാക്സ് ആയി. അപ്പോഴാണ് വീട്ടുകാർ നിർബന്ധിക്കുന്നത്. അപ്പോൾ എനിക്കും ആ സമയത്ത് താല്പര്യമില്ലെങ്കിൽ കൂടി ഒന്ന് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് പെണ്ണ് കാണാൻ ഇറങ്ങിയത്. പക്ഷേ 3ാമത്തെ പെണ്ണിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഇപ്പോഴത്തെ കാലത്ത് മെലിഞ്ഞ പെൺകുട്ടികളെ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും എനിക്കെന്തോ അത്ര ഇഷ്ടമല്ല. വണ്ണം ഒത്തിരി കൂടാനും പാടില്ല, പാകത്തിന് വണ്ണമുള്ള, നോക്കിക്കഴിയുമ്പോഴേക്കും നല്ലൊരു ഇംപ്രഷൻ വേണം. അത് മാത്രമേ എനിക്ക് സ്വീകാര്യമുള്ളൂ. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ചേർന്ന സുന്ദരി ഇവൾ തന്നെയെന്ന് മനസ്സ് പറഞ്ഞു. പിന്നെ അവൾക്ക് ഇഷ്ടമാകണ്ടേ? എന്തായാലും ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവൾ തുറന്നു പറഞ്ഞു, എനിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമായെന്ന്. ആ നാണവും അതേപോലെ സൗന്ദര്യവും തുടുപ്പും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാനൊന്നും നോക്കിയില്ല. അത്രയും നാളും കല്യാണം വേണ്ടെന്ന് പറഞ്ഞു നിന്നല്ലേ, ഞാനതിന് കൈ കൊടുത്തു. അങ്ങനെയാണ് ഞങ്ങളുടെ കല്യാണം നടന്നത്. പിന്നെ കല്യാണത്തിന് മുമ്പ് 2 മാസം ഞങ്ങൾക്ക് ഗ്യാപ്പ് കിട്ടി. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ച് നല്ല ഫ്രണ്ട്ഷിപ്പിലായിരുന്നു. അത് മാത്രമല്ല, അവളുടെ സംസാരപ്രിയയാണ്, കുറച്ച് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ആളാണ്. എന്നെ വലിയ രീതിയിലൊന്നും നിയന്ത്രിക്കുന്ന ആളുമാണെന്ന് എനിക്ക് തോന്നിയില്ല. അതോടുകൂടി എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മെച്ചങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നി. കല്യാണം കഴിഞ്ഞ് അന്ന് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നില്ല. കാര്യം അപ്പോഴേക്കും ഞങ്ങൾ ശരിക്കും പ്രണയിതാക്കളെ പോലെ ആയി കഴിഞ്ഞിരുന്നു. അവൾ പാല് കുടിച്ച ശേഷം എന്നോട് ചോദിച്ചു, ചേട്ടാ ഇന്നെങ്ങനെയാ, റെസ്റ്റ് ആണോ എന്ന്. ഞാൻ പറഞ്ഞു, ഇന്ന് റെസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ, നിനക്ക് അത്ര ക്ഷീണമുണ്ടോന്ന്. അപ്പോൾ അവൾ എൻ്റെ മീശയിൽ പിടിച്ചോണ്ട് പറയുകയാണ്, നിങ്ങളെ കണ്ടാലേ അറിയാം ഇന്ന് റെസ്റ്റ് ഇല്ലെന്ന്. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അത് നിങ്ങളെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നിങ്ങൾ റെഡി ആയിരിക്കുകയാണെന്ന്. ഷൂ, നിനക്കിതിൽ നേരത്തെ വല്ല എക്സ്പീരിയൻസും ഉണ്ടോ? അങ്ങനൊന്നുമില്ല. എന്നാലും ഇഷ്ടമുള്ള പുരുഷന്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സ്ത്രീകൾക്ക് കഴിയും. അതിനല്ലേ സ്ത്രീ എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ് അവൾ എന്നെ ഒന്ന് തലോടി. അതോടുകൂടി ഞങ്ങൾ തമ്മിൽ ഭയങ്കരമായി സെറ്റായി. പിന്നെ ചുംബന വർഷങ്ങളും പോപ്പോയും ഒക്കെ ചേർന്ന് കഴിഞ്ഞപ്പോഴേക്കും അവൾക്കും യാതൊരു മടിയുമില്ലായിരുന്നു. അവളും ഗിസയിലെ ചരിഞ്ഞ ഗോപുരം നേരെയാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ രണ്ടുപേരുടെ മൈൻഡ് സെറ്റപ്പ് ഒന്നായതുകൊണ്ട് അന്ന് മുതൽ ഇന്ന് വരെ താളം മേളം മംഗളം എന്ന് പറഞ്ഞ അവസ്ഥയാണ്. എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. ശരിക്കും ഞങ്ങൾ തമ്മിൽ നല്ല പൊരുത്തമുണ്ട്. പിന്നെ അതേപോലെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഭാര്യ എന്നെ അഭിനന്ദിക്കുകയും ചെയ്തു. നിങ്ങൾ ഞാൻ വിചാരിച്ചതിനേക്കാളൊക്കെ ഒത്തിരി മുകളിലാണെന്ന്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ എല്ലാ ഗുണങ്ങളും നിങ്ങളിലുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താണെന്ന്. അപ്പൊ അവൾ പറഞ്ഞു, ഒന്നും അറിയാത്ത പോലെ, കള്ളൻ, എല്ലാം ഒളിപ്പിച്ചു വെച്ചേക്കാണ് എന്ന് പറഞ്ഞിട്ട് അവൾ ചിരിച്ചു. എന്തായാലും അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടിയുള്ള സ്നേഹവും സന്തോഷവും വർദ്ധിപ്പിക്കുകയായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് ഹണിമൂണ് പോയത് അവളുടെ ചേച്ചിയുടെ വീട്ടിലാണ്. അവളുടെ ചേച്ചിയുടെ വീട് എന്താ ഹണിമൂണിന് പോകാൻ പറ്റിയ വല്ല പ്രദേശത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്, വാഗമൺ ഭാഗത്താണ് അവളുടെ ചേച്ചിയുടെ വീട്. വിദേശ രാജ്യത്തൊന്നും പോകണമെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല. ഇവിടുത്തെ സ്ഥലങ്ങൾ തന്നെ അതിമനോഹരം. അങ്ങനെയാണ് ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലെത്തിയത്. ഞങ്ങൾ ചെന്നപ്പോഴേക്കും വൈകുന്നേരമായി. കോടമഞ്ഞ് ഇറങ്ങി, എങ്ങും നല്ല തണുപ്പ്, നല്ല അന്തരീക്ഷം. ഭാര്യ എന്നെ നോക്കി ചിരിച്ചു. എന്താണ് നീ ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, ഇന്ന് എനിക്ക് ഉറക്കമില്ലല്ലോ എന്നോർത്ത് ചിരിച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് മഞ്ഞും കുളിരുമാണ്, യാത്ര ചെയ്തതിന് ക്ഷീണമുണ്ട്, ഇന്ന് നന്നായിട്ടൊന്ന് ഉറങ്ങണമെന്ന്. അപ്പോൾ പറഞ്ഞു, ഞാൻ സമ്മതിക്കില്ല മനുഷ്യ, എന്തായാലും രസകരം തന്നെ ജീവിതം. അതിപ്പോ മധുവിധുവിന്റെ കാലഘട്ടമാണല്ലോ, എല്ലാവരും ഏറ്റവും കൂടുതൽ ആസ്വദിക്കുക. ചേച്ചിയുടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിയുടെ ഹസ്ബൻഡ് വന്നിട്ടില്ല. അദ്ദേഹം ഒരു ബിസിനസ്മാനാണ്. ഭാര്യയുടെ ചേച്ചി എന്നേക്കാൾ 4 വയസ്സിന് മൂത്തതാണ്. അവർക്കൊരു മകളുണ്ട്.
അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കൊച്ചുകുട്ടിയാണ്. ഞങ്ങളെല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ടിരുന്നു. ചേച്ചി ഇപ്പോൾ എന്നോട് പറഞ്ഞു, ചേട്ടൻ 10:30 വരികയുള്ളൂ, നിങ്ങൾക്കുള്ള വിഭവസമൃദ്ധമായ എല്ലാ കാര്യങ്ങളും പുള്ളി വാങ്ങിച്ചോണ്ട് വരും കേട്ടോ. പിന്നെ ഞാനതുകൊണ്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, നാളെ രാവിലെ ഞാൻ എല്ലാം ഉണ്ടാക്കാമെന്ന്. ഞങ്ങൾ ഒന്നും മിണ്ടിയില്ല, ചിരിച്ചു. അതിനു മുമ്പ് തന്നെ ചേച്ചി ഇഷ്ടംപോലെ പലഹാരങ്ങളൊക്കെ മുന്നിൽ നിരത്തിയല്ലോ, പ്രത്യേകിച്ച് വിശപ്പൊന്നുമില്ല. എന്തായാലും ചേട്ടൻ 10:30 വന്നു. പുള്ളി കൊണ്ടുവന്ന വിഭവങ്ങൾ എനിക്കിവിടെ പറയാൻ പറ്റില്ല, അത്രയ്ക്ക് വിഭവസമൃദ്ധമായിരുന്നു. എല്ലാവരും കൂടി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബെഡ്റൂമിലേക്ക് പോയി. അവരുടെ ബെഡ്റൂമും ഞങ്ങളുടെ ബെഡ്റൂമും അടുത്തടുത്ത് തന്നെയാണ്. പക്ഷെ എന്ത് പറയാനാണ്, മഞ്ഞും കുളിരും കൂടുമ്പോൾ എല്ലാം കൂടുമല്ലോ. അന്ന് ഞങ്ങൾക്ക് ഉറങ്ങാത്ത ഉത്രാട രാത്രിയായിരുന്നു. തിരുവോണത്തിന് അത്തപ്പൂക്കളുണ്ടേ എന്ന് പറഞ്ഞതുപോലെയായിരുന്നു അന്ന് എന്താണെന്നറിയില്ല, എൻ്റെ ഭാര്യയ്ക്ക് ഇത്തിരി ഇളക്കം കൂടുതലായിരുന്നു. ഞാൻ അത് ശ്രദ്ധിച്ചില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് എല്ലാ സമയത്തും നമ്മൾ എല്ലാ കാര്യങ്ങളും ബോധപൂർവം ഓർത്തിരിക്കില്ലല്ലോ. അങ്ങനെ മനോഹരമായിരുന്നു അവിടുത്തെ ആദ്യ ദിനം. 4 ദിവസമെങ്കിലും അവിടെ നിൽക്കാനാണ് ഞങ്ങൾ പോയത്. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി ചേച്ചി കൊണ്ടുവച്ചു. പക്ഷെ ചേട്ടൻ അപ്പോഴേക്കും പോയിരുന്നു. ചേട്ടൻ ഇനി വൈകിട്ട് വരികയുള്ളൂ, കടയൊക്കെ ഉണ്ട്, അത് തുറക്കണം. ഡൈനിങ് ടേബിളിൽ വന്നിരുന്ന എൻ്റെ ഭാര്യയോട് ചേച്ചി എന്തോ ചെവിയിൽ പറയുന്നു. അയ്യോ സോറി ചേച്ചി, ഞാൻ ഓർത്തില്ല എന്നൊക്കെ പറയുന്നു. ഞാനപ്പോൾ നടന്നു വരികയാണ്. ആ സമയത്ത് അവർ രണ്ടുപേരും സംഭാഷണം നിർത്തി. ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ അവളോട് ചോദിച്ചു, എന്താടി ചേച്ചി പറഞ്ഞെന്നും. ഓ, അത് എന്നോട് പറയാൻ പറ്റില്ല, എന്നാലും നീ എന്താ ചേച്ചി പറഞ്ഞെന്ന് എന്നോട് പറയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ എന്നോട് പറഞ്ഞു, ചേച്ചി പറഞ്ഞു ഇന്നലെ രാത്രിയിൽ ഞാൻ കിടന്ന് അലയ്ക്കുന്നത് ചേച്ചി കേട്ടെന്ന്. അതെന്താ, നിന്റെ ചേച്ചി ഉറങ്ങിയില്ലേ? ആ, അതെനിക്കറിയില്ല ചേച്ചി, ഇനി ഇങ്ങോട്ട് ശ്രദ്ധിച്ചു കിടക്കുകയായിരുന്നു. ഇങ്ങനെ സ്ത്രീകൾ കിടന്ന് അലയ്ക്കരുതെന്ന് ചേച്ചി എന്നോട് പറഞ്ഞു. അതാ ഞാൻ സോറി പറഞ്ഞത്. എടി, ഈ മുറിയില്ലേ, ഇത് ശരിയല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ഭിത്തിയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ ശരിയാകാൻ തോന്നുന്നില്ല. അത് മാത്രമല്ല, നിനക്കൊരു പരിസരബോധവും നിയന്ത്രണവും ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഭാര്യ എന്നോട് പറഞ്ഞു, പിന്നെ നിങ്ങൾക്കില്ലാത്ത നിയന്ത്രണം എനിക്കെങ്ങനെ ഉണ്ടാകാനാ? ഛേ, നാണക്കേടായി. അപ്പോൾ അവൾ പറഞ്ഞു, എന്ത് നാണക്കേട്, ചേച്ചി എന്താ കല്യാണം കഴിഞ്ഞതല്ലേ, ഒരു കുട്ടിയായതാണ്, അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം. മധുവിധുവിന്റെ സമയത്ത് ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും, അല്ലാതെ എന്താ. അപ്പം മധുവിധുവിന്റെ സമയം കഴിയുമ്പോഴേക്കും ഇതൊക്കെ നിൽക്കോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, മനുഷ്യ അങ്ങനെയല്ല പറഞ്ഞത്, മധുവിധുവിന്റെ സമയത്തായിരിക്കുമല്ലേ കൂടുതൽ ആവേശം, അപ്പോഴാണ് മനുഷ്യർക്ക് അറിയാതെ ഓരോ അബദ്ധങ്ങൾ സംഭവിക്കുന്നത്. ഇത് അങ്ങനെ അബദ്ധമാണെന്ന് വിചാരിച്ചാൽ മതി. നിങ്ങളപ്പം നല്ല പിള്ളയൊന്നും ചമയൊന്നും വേണ്ട, നിങ്ങൾക്കും ശബ്ദം ഉണ്ടായിരുന്നു, എനിക്കറിയാം. ചേച്ചി അത് കേട്ട് കാണും. എങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു ചെറിയ തർക്കം ഞങ്ങൾ തമ്മിൽ ഉണ്ടായി. പക്ഷേ എൻ്റെ ഭാര്യ തന്നെയാണ് എന്നോട് പറഞ്ഞത്, നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട, എനിക്ക് അന്നേരത്തെ ചമ്മലേ ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ ചേച്ചിയല്ലേ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്ത് ചെയ്യാനാണ്, 4 ദിവസം ഞങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും മഞ്ഞും കുളിരുമുള്ള പല പ്രദേശങ്ങളും കണ്ടിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ കുളിരുകൾ വർക്കൗട്ട് ചെയ്യുകയാണ്. പിന്നെ എന്ത് ചെയ്യാനാണ്, ചേച്ചിയോ ചേട്ടനോ ആരെങ്കിലും കേട്ടോട്ടെ, ഞങ്ങൾ കല്യാണം കഴിച്ചതല്ലേ എന്ന് വിചാരിച്ചായിരുന്നു ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്ര. ഞങ്ങൾ അവിടുന്ന് പോരുമ്പോൾ ചേട്ടൻ ഇല്ല, പുള്ളി ഭയങ്കര ബിസിയാണല്ലോ, ചിലപ്പോൾ വരാറയില്ല. ഞങ്ങൾ വന്നുകൊണ്ടാണ് 4 ദിവസം തുടർച്ചയായിട്ട് വന്നതെന്ന് ചേച്ചി പറഞ്ഞു. തിരിച്ചു വന്നപ്പോൾ ഭാര്യ എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്നോട് അവൾ പറഞ്ഞു, ചേച്ചി എന്നോട് നിങ്ങളെക്കുറിച്ച് വിശദമായിട്ട് ചോദിച്ചു. എന്താ ചോദിച്ചത്? നിങ്ങൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് പിന്നെ നല്ല സമയമുണ്ടോ, പിന്നെ അത് മാത്രമല്ല അവൾ എന്നെ അളവെടുക്കുന്ന രീതിയിലുള്ള രാഗം കാണിച്ചിട്ട് അങ്ങനെ ചേച്ചി ഡീറ്റെയിൽസ് ആയിട്ട് ഒത്തിരി കാര്യം എന്നോട് ചോദിച്ചു. നിനക്ക് ഒത്തിരി ഇഷ്ടമായോ? അത് മാത്രമല്ല അവന് മറ്റെന്തൊക്കെ കാര്യങ്ങൾ അറിയാം, എല്ലാ കാര്യത്തിലും അവൻ ഇൻവോൾവ്ഡ് ആണോ, അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് നിങ്ങൾ പല പദപ്രയോഗങ്ങളുമുണ്ടോ എന്നൊക്കെ എന്നോട് ചേച്ചി വിശദമായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചു. ഞാനാണെങ്കിൽ എല്ലാത്തിനും ആൻസർ കൊടുത്തു. ചേച്ചിക്ക് വല്ലാത്ത ക്യൂരിയോസിറ്റി ആയിരുന്നു നിങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്. എനിക്കത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി നിങ്ങളെ കണ്ടപ്പോൾ തന്നെ വല്ലാതെ മോഹിച്ചു എന്ന് തോന്നുന്നു. നീ എന്തൊക്കെയാ പറഞ്ഞത്? അതിനെന്താ, ചേച്ചിക്ക് നിങ്ങളെ കണ്ട് ഇഷ്ടപ്പെട്ടു കൂടെ? എന്നാലും അനിയത്തിയുടെ ഭർത്താവല്ലേ ഞാൻ, അതിനെന്താ, ചേച്ചിക്ക് നിങ്ങളെ കണ്ടപ്പോഴേ ഒത്തിരി ഇഷ്ടമായി. ആ, ഞാൻ പറഞ്ഞ ഇഷ്ടമായെങ്കിൽ അതവരുടെ മനസ്സിലിരുന്നോട്ടെ, അത്രയേ ഉള്ളൂ. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്നവരൊന്നുമല്ല ചേച്ചിയുടെ ദാമ്പത്യം.
എൻ്റെ വിവാഹം പോലെ ആയിരുന്നില്ല ചേച്ചിയുടെ വിവാഹം. കാര്യം ചേച്ചിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെയാണ് വിവാഹം കഴിക്കേണ്ടി വന്നത്. വീട്ടുകാര് നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കുകയായിരുന്നു. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാണ്? നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് മനസ്സിലാക്കൂ. ചേച്ചി ഇന്ന് വരെ യഥാർത്ഥ ഒരു ജീവിതം കണ്ടിട്ടില്ലെന്നാണ് പറഞ്ഞത്. ഈ തണുപ്പുള്ള കാലാവസ്ഥയിൽ ഭർത്താവ് തീരെ തണുപ്പിനായി പോകുകയല്ലാതെ ഒരു ഗുണവുമില്ലാത്ത ഒരു ജീവിതമാണെന്ന് ചേച്ചി പറയുന്നു. ഭർത്താവിനെ അനുസരിച്ച് അല്ലെങ്കിൽ ഭർത്താവിന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി അഭിനയിച്ച് ജീവിക്കുകയാണ്. ചേച്ചിക്ക് എല്ലാ ദിവസവും ഫ്രസ്ട്രേഷൻസ് മാത്രമാണ്. അതുകൊണ്ടാണ് എന്നോട് ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചത്. ഞാൻ സന്തോഷവതിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിക്ക് വല്ലാത്ത സന്തോഷവും തോന്നി, അതിനൊപ്പം നിരാശയും തോന്നി. പെണ്ണ് കാണാൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിയുടെ ഹസ്ബൻഡ് വളരെ സ്മാർട്ടായിട്ട് സംസാരിച്ചു. ചേച്ചി അപ്പോൾ വിചാരിച്ചത് രൂപവും ഭാവവും ശബ്ദവും ഒക്കെ കണ്ടപ്പോൾ വിചാരിച്ച എന്താണെന്നറിയാമോ? ആഴക്കടലിൽ ഒരു നീലത്തിമിംഗലം ഉണ്ടായിരിക്കുന്നതാണ്. പക്ഷേ കൈതോട്ടിലെ പരൽമീനാണെന്ന് ചേച്ചിക്ക് വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഈ പരൽ ഒരിക്കലും വളരില്ല, വെള്ളത്തിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും എന്നുള്ളതല്ലാതെ ഗുണമില്ലെന്ന് ചേച്ചിക്ക് മനസ്സിലായെങ്കിലും എന്ത് ചെയ്യാനാണ്, പെട്ടുപോയി. പിന്നെ ഇവിടെ എല്ലാം CCTV വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ചേച്ചിക്ക് അപ്പുറത്തെ മതിലിലോ ഇപ്പുറത്തെ മതിലിലോ അങ്ങോട്ട് നോക്കാൻ പോലും പറ്റില്ല. അങ്ങനെ തടവറയിലാക്കപ്പെട്ട ഒരു ജീവിതമാണ് ചേച്ചിയുടെ. ഉപേക്ഷിച്ചിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ചാൻസുമില്ല. അവർ ഒട്ടും സ്വീകരിക്കില്ല ചേച്ചിയെ. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കാര്യമൊക്കെ ചേട്ടൻ അറിയാമല്ലോ എന്ന് പറഞ്ഞ് ഭാര്യ വിശദീകരിച്ചു. അല്ല, ഇതിലിപ്പം നമുക്കത് ചെയ്യാൻ പറ്റും. അവർക്ക് താല്പര്യമില്ലെങ്കിൽ അങ്ങനെ വിവാഹമോചനം ചെയ്ത് നല്ലൊരു പുരുഷനെ കണ്ടെത്തൂ, അതല്ലേ നല്ല മാർഗം. അപ്പോ അവൾ എന്നോട് പറയുകയാണ്, ചേച്ചി പറഞ്ഞത് കണ്ടെത്തിയെന്നാണ്. ആ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ചേച്ചി എന്നോട് ഡീറ്റെയിൽസ് ആയിട്ട് എല്ലാം ചോദിച്ചത്. നിനക്കെന്താ തലയ്ക്ക് വല്ല ഓളമുണ്ടോ? എനിക്ക് ഒരോളവുമില്ല, ഞാൻ ഉള്ളത് പറഞ്ഞതേ ഉള്ളൂ. ചേച്ചി എന്നോട് തുറന്നു പറഞ്ഞു. എടി മോളെ, പലപ്പോഴും ഒക്കെ അവനെ കൂട്ടി ഇങ്ങോട്ട് വാ. അങ്ങേരെ നിങ്ങൾ ആദ്യമായിട്ട് വന്നുകൊണ്ടാണ് ഇവിടെ നിന്നത്, അല്ലെങ്കിൽ മിക്കവാറും വരാറില്ല. ഞാൻ തനിയാണ്. അപ്പോൾ വീട്ടിനകത്ത് CCTV ക്യാമറ ഒന്നും വെച്ചിട്ടില്ല, പുറത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്നാലും ചേച്ചി എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി എൻ്റെ കാല് പിടിക്കുന്നവരെ പറയുകയാണ്, മോളെ, ഇന്ന് വരെ ഒന്നും അറിയാത്ത എനിക്ക് എല്ലാം അറിയാനൊരവസരം നീ ഉണ്ടാക്കി തരില്ലേ? നിന്റെ ഭർത്താവിൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ നീ വർണ്ണിച്ചത് ശരിയാണെങ്കിൽ ചേച്ചിക്കും ഒരു സൗഭാഗ്യത്തിന് അവസരം നീ ഉണ്ടാക്കി തരില്ലേ? ഞാൻ നിന്റെ കൂടപ്പുറപ്പല്ലേടി. ഞാൻ നിന്നോട് കെഞ്ചണമെന്ന് ചോദിച്ച് ചേച്ചി ഒത്തിരി വട്ടം പറഞ്ഞു ചേട്ടാ. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഭാര്യ സമ്മതിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭാര്യ പറയുകയാണ്, ഞാൻ സമ്മതിക്കും. കാര്യം എൻ്റെ ചേച്ചിയോട് എനിക്ക് നല്ല അടുപ്പമുണ്ട്. ഞങ്ങളെല്ലാം തുറന്ന് പറയും. അവരുടെ ഒരു ആവശ്യം അത് പറഞ്ഞു കഴിഞ്ഞാൽ നോ എന്ന് ഞാൻ എങ്ങനെ പറയും? എടി, നിന്റെ ബോധം നഷ്ടപ്പെട്ടോ? അതോ നീ എന്നെ പരീക്ഷിക്കാൻ വേണ്ടി പറയുകയാണോ? എന്നിട്ട് അവസാനം എനിക്ക് കുറ്റമാകും. എൻ്റെ മനസ്സ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കല്യാണം കഴിക്കുമ്പോഴേക്കും സ്ത്രീകൾ നടത്തുന്ന ഒരു പരീക്ഷണമാണ്. ഓ, അങ്ങനെയൊന്നുമല്ല, ഞാൻ പ്രോമിസ് ചെയ്യാം, എനിക്ക് ഒരു പ്രശ്നമില്ല. ചേട്ടാ പ്ലീസ്, ഞാൻ പറഞ്ഞത് കേൾക്കൂ, എല്ലാം ശരിയാകും. നമുക്ക് 2 ആഴ്ച കഴിയുമ്പോൾ അങ്ങോട്ടൊന്ന് പോകണം. അങ്ങേര് 2 ആഴ്ചയും കണ്ട് തമിഴ്നാട്ടിലോ മറ്റോ പോവുകയാണെന്നും നമുക്ക് അത്രയും ദിവസം അവിടെ നിൽക്കാം. നീ എന്തോ നാടി പറയുന്നത്? എന്തായാലും ലീവ് തീർന്നു, ഇനിയിപ്പോൾ പോവുകയാണെങ്കിൽ 1-2 ദിവസം പോകാം. അവധി ദിവസം എന്നാ അങ്ങനെ മതി പ്ലീസ് എന്ന് പറഞ്ഞ് ഭാര്യ എന്നെ നിർബന്ധിച്ചിട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോയത്. ചേട്ടൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് ചേച്ചി വളരെ സ്വാതന്ത്ര്യത്തിലായിരുന്നു. വീട്ടിനകത്ത് കയറിയപ്പോൾ തന്നെ എന്നെ മുട്ടി ഒരുമിയൊക്കെ നിൽക്കാൻ തുടങ്ങി. ഞാൻ വല്ലാത്തൊരു ഇച്ഛാഭംഗത്തിലായി. എൻ്റെ ഭാര്യ അത് കണ്ട് ചിരിച്ചു. എന്നിട്ട് ചേച്ചിയോട് പറഞ്ഞു, ഒരു കാര്യമുണ്ട്, ഇതെല്ലാം അകത്ത്, പുറത്തെങ്ങനെയുള്ള സ്നേഹപ്രകടനങ്ങളൊക്കെ പ്രകടിപ്പിച്ചാലുണ്ടല്ലോ എൻ്റെ യഥാർത്ഥ സ്വഭാവം അറിയും. എൻ്റെ ഭർത്താവ് എൻ്റെ സ്വന്തമാണ്. മോളെ, നിന്നോട് ഞാൻ അപേക്ഷിച്ചതല്ലേ, അതൊക്കെ ഓക്കെ എന്ന് വെച്ചിട്ട് ഓവർ പൊസസീവ്നെസ് ഒന്നും കാണിക്കണ്ട. അത് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചി പറഞ്ഞു, ശരി, ഞാൻ എൻ്റെതായ സമയത്ത് എൻ്റെതായ സ്ഥലത്ത് മാത്രം എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ശരി, അത് ഞാൻ സമ്മതിച്ച് എന്താണെന്നറിയാമോ? നിങ്ങൾ കരഞ്ഞ് കാലം എഴുകിയുണ്ട്. ഓക്കെ ഡി, നീ പറയും പോലെ എന്തായാലും നിങ്ങൾ വരുന്നെന്ന് വെച്ചിട്ട് ഞാൻ മോളെ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വിട്ടു. അവള് അവിടെ നിൽക്കട്ടെ 2 ദിവസം എന്ന് പറഞ്ഞു. ഞാൻ ചേച്ചിയോട് ചോദിച്ചു, അല്ല ചേച്ചിക്ക് ഇങ്ങനൊരു തോന്നലുണ്ടാകാൻ കാരണം എന്താണ്? ഞാൻ ഇവളോട് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവള് ഒന്നും പറയില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഭർത്താവിനെ കുറിച്ച് ഇവളെല്ലാം വർണ്ണിച്ചു പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ വന്നതിൻ്റെ 2-ാം ദിവസം കിടക്കവിരി നനയ്ക്കാൻ ഞാൻ എടുത്തല്ലോ, അപ്പോഴാണ് എനിക്ക് വ്യാപ്തി മനസ്സിലായത്.
ഭൂപടത്തേക്കാൾ വലിയ വ്യാപ്തി ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴേക്കും എനിക്കറിയില്ല, എൻ്റെ മനസ്സിൽ എന്തോ ഒരു കൗമാരാലോചനകൾ തുടികുട്ടിപ്പോയി. ആ നിമിഷം ഞാൻ ഓർത്തു, ഇത് എന്താണ്, ഹിമപാതമാണോ അതോ കാലവർഷമാണോ എന്ന്. ആ കാലവർഷത്തിൽ നനയാനും എനിക്കൊരാഗ്രഹം തോന്നിയത് അപ്പോഴാണ്. ഇവിടെയാണെങ്കിൽ തുള്ളി മഴ പെയ്താലായി ചാറ്റൽ മഴയാണ്. അങ്ങനെയുള്ളപ്പോൾ ഞാനൊരു കാലവർഷത്തിന് മോഹിക്കുന്നത് തെറ്റാണോ മോനെ എന്ന് ചോദിച്ചു. ഞാൻ ഒന്നും മിണ്ടിയില്ല. ചേച്ചി അനിയത്തിയും എന്നെ നോക്കി ചിരിച്ചു. അപ്പോ അനിയത്തി പറഞ്ഞു, നിങ്ങൾക്ക് നല്ല ഭാഗ്യമുണ്ട്, ചേച്ചി എന്നെക്കാൾ മിടുക്കിയാണ് ഒരു കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചോദിച്ചു, അതെന്ത് കാര്യത്തിൽ നിന്ന്? അപ്പോൾ അവൾ തല കറക്കി കാണിച്ചു. ഞാൻ പൊട്ടിച്ചിരിച്ചു. അപ്പൊ ചേച്ചി എന്നോട് പറഞ്ഞു, ആ എന്തായാലും അനിയത്തി എനിക്ക് നല്ല രീതിയിൽ സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്, മോൻ ഇത്തിരി കഴിയുമ്പോഴേക്കും സർട്ടിഫിക്കറ്റിന്റെ അടിയിൽ ഒപ്പിടണമെന്ന് പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, പേനയിൽ മഷി ഉണ്ടല്ലോ ഒപ്പിടാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒന്ന് ചമ്മിച്ചിരിച്ചു. അപ്പോഴേക്കും എൻ്റെ ഭാര്യ പറയുകയാണ്, ചേച്ചിക്ക് അറിയില്ലേ, ഒരു തുടർക്കഥ എഴുതിയാലും ഈ പേനയിലെ മഷി അവസാനിപ്പിക്കില്ല, വെറുതെ കിടന്ന് ചിലക്കാതെ ഞങ്ങൾക്ക് ആഹാരം എടുക്കെന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും അന്ന് വൈഫ് എന്നോട് പറഞ്ഞു, ഞാനിന്ന് കുളിരിൽ വെറുതെ പുതച്ചു മുടി കിടന്നുറങ്ങും, അപ്പുറത്തുനിന്നുള്ള ശബ്ദങ്ങൾ ഞാൻ കേൾക്കണം. നിനക്ക് എന്താടി, എന്തിന്റെ കേടാ? നിങ്ങൾക്ക് എന്തിന്റെ കേടാ? പോ മിശ്യ, പോയിട്ട് വാ എന്ന് പറഞ്ഞ് ഭാര്യ തന്നെയാണ് എന്നെ നിർബന്ധിച്ചത്. അവളുടെ നിർബന്ധമുള്ളത് കൊണ്ടും പിന്നെ കാര്യങ്ങളൊക്കെ അനുകൂലമായത് കൊണ്ടും എൻ്റെ മനസ്സിലും ഒരു ലഡു പൊട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഒന്നും ഒന്നും മൂന്നെന്ന് പലരും പറയും, പക്ഷേ ഇത് ഒന്നും ഒന്നും 99 എന്ന് പറയുന്ന അനുഭവങ്ങളിൽ കൂടിയാണ് ഞാൻ കടന്നു പോയത്. എൻ്റെ ഭാര്യ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. അവർക്ക് അതിൽ ഡോക്ടറേറ്റ് തന്നെയുണ്ട്. ഒരു ആണിന് അതൊക്കെ എത്ര വലിയ ഗിഫ്റ്റാണെന്ന് ആലോചിച്ചാൽ മനസ്സിലാകില്ലേ മാഡം? എന്തായാലും എനിക്കും അകമഴിഞ്ഞ ആത്മാർത്ഥതയോടുകൂടി നദി പോലെ ഒഴുകാനുള്ള സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. പിന്നീട് വൈഫ് എന്നോട് പറഞ്ഞു, ഇതിപ്പോൾ വല്ലപ്പോഴും, അതായത് 2-3 മാസം കൂടി ഇരിക്കുമ്പോൾ മാത്രം നിങ്ങൾ അങ്ങോട്ട് പോയാൽ മതിയെന്ന്. പക്ഷേ ചേച്ചി എന്നെ രഹസ്യമായിട്ട് വിളിക്കും. എന്നിട്ട് എന്നോട് പറയും, എടാ നീ ഒരു കാര്യം ചെയ്യ്, അരമണിക്കൂർ എന്നോടൊന്ന് സംസാരിക്കേ, ഞാനാണെങ്കിൽ ഒരു പുഴ ഒന്ന് ഒഴുക്കട്ടെ എന്ന് പറയും. അങ്ങനെ ചേച്ചിക്ക് പലപ്പോഴും പുഴയിൽ ഒഴുകി നടക്കാൻ വേണ്ടി, പുഴയിലെ ഒഴുക്ക് കൂട്ടാൻ വേണ്ടി ഞാൻ പലപ്പോഴും സംസാരിച്ചു. ഒരു സഹായം, ഏതൊരു സഹായവും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളപ്പോൾ നമ്മൾ അറിയാതെ പരസ്പര സഹായം ചെയ്തു പോകുമല്ലോ. അങ്ങനെ ഒരവസ്ഥയാണ്, മനോഹരമായ അവസ്ഥ. ഇതിനൊക്കെ ചേച്ചി പറഞ്ഞു, ഇവള് അനുവദിച്ചിരുന്ന റേഷൻ മാത്രമേ നമ്മൾക്കുള്ളൂ, അതാണ് നമ്മുടെ ഒരു വിധി. എന്തായാലും റേഷൻ കൂടുതൽ അനുവദിച്ച് കിട്ടണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷെ സന്ദർഭമില്ല. ഒരു ദിവസം എന്നോട് ചേച്ചി വിളിച്ചു പറഞ്ഞു, മോനെ ഞാൻ ഒരു കാര്യം പറട്ടെ. എന്താ ചേച്ചി? എൻ്റെ ഭർത്താവിൻ്റെ അമ്മയുണ്ട്, അവർ തന്നെയാണ് താമസിക്കുന്നത്, ഞാൻ പൈസ ഇട്ട് തരാം, പുള്ളിക്കാരി പറയുന്ന കാര്യങ്ങൾ ഒന്ന് വാങ്ങിച്ചു കൊടുക്കാമോ? ചേട്ടൻ ഇവിടെ 5-6 ദിവസം ഇല്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതിനെന്താ, ഞാൻ വാങ്ങിച്ചു കൊടുക്കാമല്ലോ, ലൊക്കേഷൻ ഇട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മായിമ്മയുടെ ലൊക്കേഷൻ ചേച്ചി എനിക്ക് ഇട്ട് തന്നു. ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി. വൈഫിനോട് പറയില്ലെന്ന് ചേച്ചി പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോഴാണ് ആ അമ്മായിമ്മയെ ആദ്യമായി ഞാൻ കാണുന്നത്. കൊള്ളാം, വളരെ സുന്ദരി, പഴയൊരു സീരിയൽ നടിയുടെ ഛായ അവർക്കുണ്ട്. എന്നെ അവർ ഹാർദവമായി സ്വാഗതം ചെയ്തു. കുറെ സംസാരിച്ചു. മോനെ എന്തായാലും നീ വന്നത് കാര്യമായി, അത്യാവശ്യം വേണ്ട കാര്യങ്ങളായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കവറിൽ കുറെ സാധനങ്ങൾ എടുത്തു തന്നു. ഭാര്യയ്ക്ക് കൊടുക്ക്, വീട്ടിലും കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകാൻ ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും എന്നോട് പറഞ്ഞു, ഒന്ന് നിന്നേ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ അമ്മേ? എന്നെ മോൻ ഇഷ്ടപ്പെട്ടോ? പിന്നെ അമ്മ അടിപൊളിയല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ എൻ്റെ കയ്യിൽ ഷേക്ക് ഹാൻഡ് തരുന്ന പോലെ കൈ നീട്ടി. ഞാൻ ഷേക്ക് ഹാൻഡ് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും എന്നോട് പറഞ്ഞു, അങ്ങനെയല്ല, നിനക്ക് എന്നെ ശരിക്കും ഇഷ്ടപ്പെട്ടോ? അമ്മ എന്താ അർത്ഥമാക്കുന്നത്? എൻ്റെ മരുമകളെ നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഇഷ്ടപ്പെടാൻ പറ്റുമായിരിക്കും. അവൾ എന്നോട് എല്ലാം പറഞ്ഞു. ആക്ച്വലി എനിക്കിതൊന്നും ആവശ്യമില്ലായിരുന്നു, നിന്നെ ഒന്ന് നേരിട്ട് കാണാൻ അവൾ പറഞ്ഞപ്പോൾ ഞാനിങ്ങ് കൊതിക്കുകയായിരുന്നു. അമ്മ എന്തായി പറഞ്ഞത്? എൻ്റെ മരുമകൾ ഞാനും പണ്ടേ നല്ല ടൈപ്പാണ്. എൻ്റെ മകൻ സത്യം പറഞ്ഞാൽ സഹിക്കുകയാണ്. അവളെ ശരിക്കും അവിടെ തടവിലിട്ടിരിക്കുകയാണ്. ഇവിടേക്ക് വരാനുള്ള സ്വാതന്ത്ര്യം മാത്രമേ അവൾക്കുള്ളൂ.
കുറെ നാളിന് മുമ്പ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അവൾ പറഞ്ഞാണ് അറിഞ്ഞത്. എന്റെ മോനോട് ചോദിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പൻ്റെതല്ലേ മോന്. എന്റെ ജീവിതം കോഞ്ഞാട്ടായിരിക്കുകയാണ്. അതൊക്കെ ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞങ്ങൾ തമ്മിൽ നല്ല ക്ലോസ് ആയി. അവൾ എന്നോട് അവളുടെ സ്വപ്നങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ഞാനും ഇത്തിരി പ്രായമാണെങ്കിലും എൻ്റെ മനസ്സിലുള്ള കൺസെപ്റ്റും പറയാൻ തുടങ്ങി. ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെങ്കിലും എനിക്ക് ഇവിടെ കുറെ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. കാര്യം നമ്മുടെ അടുത്ത ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ പിന്നെ എൻ്റെ ആഗ്രഹങ്ങൾക്കും ഒരു വഴിയില്ലാതിരിക്കുമ്പോഴാണ് അവൾ എന്നോട് ഈ കഥകളെല്ലാം വിശദമായി പറഞ്ഞത്. അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞതും അനിയത്തി വന്നതും അവൾ കെഞ്ചി പറഞ്ഞതുമൊക്കെ അത് നടക്കുമോ നമുക്കറിയില്ലായിരുന്നു. അനിയത്തിയെ സെന്റിമെന്റ്സിൽ കുരുക്കി ഒരു പ്ലാൻ ഇട്ട് നോക്കിയതാണ്. എന്തുകൊണ്ടോ അനിയത്തി അതിൽ വീണുപോയി. പിന്നെ നിന്റെ ഭാഗ്യത്തിന് നിന്റെ ഭാര്യ സ്വന്തം ചേച്ചിയുടെ സെന്റിമെന്റ്സിൽ വീണു പോകുന്നവളുമാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അംഗവും കാണാം താളിയും മുടിക്കാം എന്നുള്ള നിലയിലാണ് നിനക്കിപ്പോ. അപ്പൊ പിന്നെ എനിക്കും എന്തെങ്കിലും ഒരു അവസരം അവിടെ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയാണ് മരുമകളോട് സംസാരിച്ചത്. അപ്പൊ അവളാണ് പറഞ്ഞത് അങ്ങോട്ട് പറഞ്ഞു വിടാം, ഡയറക്റ്റായിട്ട് സംസാരിക്കാൻ. അമ്മേ, അത് പിന്നെ നീ ഒന്നും പറയണ്ട. കാര്യം നിനക്കിടയ്ക്കിടയ്ക്ക് നിന്റെ ചേച്ചിയെ കാണുന്നില്ലേ? ചേട്ടത്തിയെ കാണാൻ വേണ്ടിയിട്ട് നിനക്ക് ഇവിടെ വരാം. ഇവിടെ വന്ന് 2 ദിവസം നിന്നാലൊന്നും അവളുടെ ഭർത്താവ് സംശയിക്കില്ല. അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അംഗവും കാണാം താടിയും മുടിക്കാൻ മോനെ എന്ന് പറഞ്ഞു. എനിക്ക് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു ശുഭലക്ഷണമായി തോന്നി. ചേച്ചിക്ക് വേണമെങ്കിൽ അമ്മായിമ്മയെ കാണാൻ വേണ്ടി ഇവിടെ വന്ന് 2 ദിവസം നിൽക്കാം. പിന്നെ എനിക്കാണെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കൊണ്ട് ഈ വീട്ടിലെത്താം. അധികം ദൂരവുമില്ല. എല്ലാം മാനേജ് ചെയ്തിട്ട് എനിക്ക് വീട്ടിൽ തിരിച്ച് കറക്റ്റ് സമയത്ത് ചെല്ലാനും പറ്റും. ഇതിൽ താമസിച്ചാലും പ്രശ്നമില്ല, ജോലിയാണെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയാണ് മാഡം എൻ്റെ ജീവിതത്തിൽ ഇത്രയധികം ടെസ്റ്റുകൾ ഉണ്ടായത്. പിന്നെ ഭാര്യ പറഞ്ഞ സമയത്ത് ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോകാറുണ്ട്. അത് ചേച്ചി പറയുന്ന സമയത്താണ്. അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ ചേച്ചി മിടുക്കിയാണല്ലോ. അവിടെ ഞാൻ ഭാര്യ പറയുന്ന പോലെ കേൾക്കുന്ന ഒരു ഭർത്താവായി മാത്രം നിൽക്കും. അങ്ങനെ പറ്റുള്ളൂ. പക്ഷെ ഇന്ന് വരെ അമ്മായിമ്മയുടെ കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അത് പറഞ്ഞാൽ എൻ്റെ ഭാര്യ സമ്മതിക്കും തോന്നില്ല. കാര്യം സെന്റിമെന്റ്സിന്റെ പുറത്താണ് ചേച്ചിയുടെ കാര്യം അവൾ അക്സെപ്റ്റ് ചെയ്തത്. അതേപോലെ ആയിരിക്കില്ലല്ലോ ചിലപ്പോൾ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മാനേജ് ചെയ്ത് ഞാൻ പോവുകയാണ്. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ മാഡം ചിലപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോഴെല്ലാം ഓക്കെയാണ് എന്നുള്ള അവസ്ഥയാണ്. ബാക്കി എന്താകുമെന്ന് അറിയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ശരിയാണ്. നമ്മൾ മാനേജ് ചെയ്യുന്നവരാണല്ലോ ഏത് പ്രശ്നങ്ങളും. ചിലപ്പോൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് ഒത്തിരി കാലം മുന്നോട്ട് പോയെന്നിരിക്കാം. ചിലപ്പോൾ എത്ര പെട്ടെന്ന് വേണമെങ്കിലും എല്ലാം കണ്ടുപിടിക്കപ്പെടാം. ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ കാലത്ത് ഒന്നും രഹസ്യമായിട്ട് വെച്ചുകൊണ്ടിരിക്കാൻ എത്ര കാലം പറ്റുമെന്ന് അറിയാത്തത് കൊണ്ട് ഇത് റിസ്ക് ആണ്. ഒരിക്കലും പ്രോത്സാഹിപ്പിക്കത്തക്ക ഒരു കാര്യമല്ല. പക്ഷെ നമുക്ക് അതൊരു കഥയായതുകൊണ്ട് നമ്മൾ വായിക്കുന്നതേ ഉള്ളൂ. അല്ലാതെ അതിനെ 1% പോലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വൈഫിന്റെ സെന്റിമെന്റ്സ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരിടത്തെ വർക്കാകുകയുള്ളൂ, എല്ലായിടത്തും വർക്കാകില്ല. അപ്പൊ പിന്നെ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സൂക്ഷിച്ചും കണ്ടും ഒക്കെ നിൽക്കുക. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സ്വരം നന്നപ്പോഴേ പാട്ട് നിർത്തുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദാമ്പത്യം സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാം.